ഇപ്പോൾ CPM നേതാവ് AK ബാലൻ മാധ്യമങ്ങളെ കാണുന്നു. നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ തന്നെ ചെയ്തത്. DGPയെ ലോ ആൻഡ് ഓർഡർ സ്ഥാനത്ത് നിന്ന് മാറ്റി അദ്ദേഹത്തിന് ഒരു പുതിയ പദവി അല്ലെങ്കിൽ മാറ്റം അത് നൽകുന്ന ഘട്ടത്തിൽ അതിന് ന്യായമായ ഒരു കാര്യം ഗവൺമെൻറ് കാണേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് DGPയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ചത്. അതിന് 30 ദിവസത്തെ സമയം കൊടുത്തു. ആ റിപ്പോർട്ട് വന്നു. അപ്പോൾ പ്രൈമാ ഫേസി ഒരു കേസ് ഉണ്ട്. സമഗ്രമായ അന്വേഷണം നടക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായി ലോ ആൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി. ലോ ആൻഡ് ഓർഡറിൽ അദ്ദേഹത്തെ ഇരുത്തി ഈ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് ഒരു പ്രൊപ്പറേറ്റിക്ക് നിരക്കുന്നതല്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ വിജിലൻസ് അന്വേഷണമുണ്ട്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണമുണ്ട്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 അന്വേഷണമുണ്ട്. ഒന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമുണ്ട്. മറ്റൊന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ ആ കേസുണ്ട്. ADGPയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ ഭാഗത്തുള്ള അന്വേഷണമുണ്ട്. അപ്പം 3 അന്വേഷണം ആദ്യം തന്നെ ഉണ്ട്. 2 അന്വേഷണം പ്രത്യേകമായിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണമുണ്ട്, DGPയുടെ സ്പെഷ്യൽ ടീം അന്വേഷണമുണ്ട്. അങ്ങനെ 5 അന്വേഷണമാണ് ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിഞ്ഞും മറഞ്ഞും 5 അന്വേഷണം? ഇതിൻ്റെ എല്ലാം ഭാഗമായി പുറത്തു വരുന്ന കാര്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഗവൺമെൻറ് ഒരു രൂപത്തിലുമുള്ള സംശയത്തിന് ഇടം കൊടുക്കാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 5 അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. 5 അന്വേഷണത്തിന്. ഇതിനേക്കാൾ അപ്പുറം ഒരു ഗവൺമെൻറ്റിന് എന്താ ചെയ്യാൻ പറ്റുക? മുമ്പും IASകാർക്കെതിരായിട്ടും IPSകാർക്കെതിരായിട്ടും ആരോപണം ഉണ്ടായിട്ടില്ലേ? ആ സമയത്തൊക്കെ ഈ രൂപത്തിലുള്ള സമീപനമാണോ കാട്ടിയിരുന്നത്? അപ്പോൾ വിഷയദാരിദ്ര്യം അതിൻ്റെ മൂർധന്യതയിലെത്തി. അതിൻ്റെ വൃത്തികെട്ട രൂപമാണ് ഇന്ന് കേരള നിയമസഭയിൽ കണ്ടത്. മുഖ്യമന്ത്രിക്കെതിരായി എന്തെല്ലാം ആരോപണങ്ങൾ ഇവർ പറഞ്ഞു. ഏതെങ്കിലും ഒരാരോപണം കോടതിയിലേക്ക് കൊണ്ടുവന്ന് കോടതിയുടെ ഒരു വിധി സമ്പാദിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടാവും. പക്ഷേ ഇന്ത്യ രാജ്യത്തിന് മാതൃകയാണ്. 36 അവാർഡുകളാണ് കേരളത്തിലെ പോലീസ് നേടിയെടുത്തിട്ടുള്ളത്. അതിൽ പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും എതിരായിട്ടുള്ള ക്രൈമുകളെ സംബന്ധിച്ച് ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയതിന്റെ പശ്ചാത്തലം വിശദീകരിക്കുകയായിരുന്നു AK ബാലൻ.